കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരളത്തിലെയും ഇന്ത്യയിലെയും വാർത്താമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രധാന വിഷയമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖവുമായി ബന്ധപ്പെട്ട അദാനി എംഎസ്സി ഡീൽ. ഇന്ത്യയുടെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖത്തിന്റെ നടത്തിപ്പവകാശമുള്ള കമ്പനിയുടെ പകുതിയോളം ഓഹരികൾ സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായുള്ള ഒരു വിദേശ കമ്പനിക്ക് വിൽക്കുന്നു എന്ന വാർത്ത വലിയ രാഷ്ട്രീയ സാമ്പത്തിക ചർച്ചകൾക്കാണ് വഴി തുറന്നത്. ആരാണ് ഈ എംഎസ്സി അഥവാ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി? എന്തിനാണ് അവർ ഇന്ത്യയിലെ ഒരു തുറമുഖത്തിൽ ആയിരക്കണക്കിന് കോടി രൂപ നിക്ഷേപിക്കാൻ തയ്യാറാകുന്നത്? ഈ ഇടപാട് കേരളത്തിനും ഇന്ത്യക്കും ഗുണകരമാകുമോ, അതോ ഇതിൽ മറ്റ് അജണ്ടകളുമുണ്ടോ? ഈ ഡീലിന്റെ ഉള്ളുകള്ളികൾ നമുക്കൊന്ന് പരിശോധിക്കാം. എന്താണ് എംഎസ്സി അഥവാ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി? എംഎസ്സി അഥവാ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി എന്നത് കേവലം ഒരു ഷിപ്പിംഗ് കമ്പനി മാത്രമല്ല, ലോകത്തെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പിംഗ് സാമ്രാജ്യമാണ്. 1970 ഇറ്റലിക്കാരനായ ക്യാപ്റ്റൻ ജിയാൻ ലൂയിജി അപ്പോന്റെ എന്ന നാവികൻ MV പട്രീഷ്യ എന്ന ഒറ്റ ചെറിയ ചരക്ക് കപ്പലുമായി ബ്രസൽസിൽ തുടക്കമിട്ടതാണ് ഈ കമ്പനി. ഇന്ന് അരനൂറ്റാണ്ടിന് ശേഷം സ്വിറ്റ്സർലൻഡിലെ ജനീവ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ കമ്പനി ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിയായി വളർന്നിരിക്കുന്നു. നിലവിൽ ക്യാപ്റ്റൻ അപ്പോന്റെയുടെ മകൻ ഡീഗോ അപ്പോന്റെയാണ് കമ്പനിയെ നയിക്കുന്നത്. ഇതൊരു സ്വകാര്യ കുടുംബ സംരംഭമാണ്. എംഎസ്സിയുടെ വളർച്ചയുടെ കണക്കുകൾ ആരെയും അമ്പരപ്പിക്കുന്നതാണ്. ഇന്ന് അവരുടെ പക്കൽ 1000-ലധികം ഭീമൻ ചരക്ക് കപ്പലുകളുണ്ട്. ലോകമെമ്പാടുമുള്ള 155 രാജ്യങ്ങളിലായി 675 ഓഫീസുകൾ, 520-ലധികം തുറമുഖങ്ങളിലെ സാന്നിധ്യം, 2 ലക്ഷത്തിലധികം ജീവനക്കാർ എന്നിവയാണ് കമ്പനിയുടെ കരുത്ത്. പ്രതിവർഷം ഏകദേശം 3 കോടി TEU 20 ഫുട്ട് ഇക്വലന്റ് യൂണിറ്റ് ചരക്കുകളാണ് ഇവർ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കായി എത്തിക്കുന്നത്. ലോകത്തെ മൊത്തം കണ്ടെയ്നർ ശേഷിയുടെ 21% ഇവരുടെ കൈകളിലാണ്. കപ്പൽ ഗതാഗതത്തിന് പുറമെ ട്രെയിൻ, റോഡ് ചരക്കു ഗതാഗതം, ലോജിസ്റ്റിക്സ്, വിമാന വഴിയുള്ള കാർഗോ, MSC ക്രൂയിസസ് എന്ന പേരിലുള്ള യാത്രാ കപ്പലുകൾ എന്നിവയും ഇവരുടെ വ്യവസായത്തിന്റെ ഭാഗമാണ്. തുറമുഖങ്ങളിൽ സ്വന്തമായി ടെർമിനൽസ് നിർമ്മിക്കാനും പ്രവർത്തിപ്പിക്കാനും ഇവർക്ക് ടെർമിനൽ ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡ് എന്നൊരു പ്രത്യേക ഉപകമ്പനി തന്നെയുണ്ട്. ലോകത്താകമാനം 5 ഭൂഖണ്ഡങ്ങളിലായി 100-ലധികം കണ്ടെയ്നർ ടെർമിനൽസ് TIL നേരിട്ട് നടത്തുന്നുണ്ട്. ഈ TIL വഴിയാണ് അവർ വിഴിഞ്ഞത്തും നിക്ഷേപം നടത്താൻ ഒരുങ്ങുന്നത്. ഇന്ത്യൻ തീരങ്ങളിൽ MSC പുതിയ ഒരു അതിഥിയല്ല. ഇന്ത്യയുടെ വിദേശ വ്യാപാരത്തിൽ ഈ കമ്പനി നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. ഗുജറാത്തിലെ മുന്ദ്ര പോർട്ടിൽ 3-ാം നമ്പർ കണ്ടെയ്നർ ടെർമിനൽ അദാനി ഗ്രൂപ്പുമായി ചേർന്നാണ് MSC പ്രവർത്തിപ്പിക്കുന്നത്. തമിഴ്നാട്ടിലെ എണ്ണൂർ പോർട്ടിലും ഇവർ അദാനിയുമായി സഹകരിക്കുന്നുണ്ട്. ഇതിനു പുറമെ തൂത്തുക്കുടി തുറമുഖത്തും ഇവർക്ക് നിക്ഷേപമുണ്ട്. അതായത് ഇന്ത്യൻ തുറമുഖ മേഖലയിലെ നിയമങ്ങളും രീതികളും അവർക്ക് സുപരിചിതമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ തുറമുഖ നടത്തിപ്പുകാരാണ് ഗൗതം അദാനിയുടെ ഉടമസ്ഥതയിലുള്ള അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ ലിമിറ്റഡ്. കേരളത്തിന്റെ ദീർഘകാല സ്വപ്നമായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഡിസൈൻ ചെയ്യുന്നതിനും നിർമ്മിക്കുന്നതിനും പ്രവർത്തിപ്പിക്കുന്നതിനുമുള്ള കരാർ 2015 അന്നത്തെ കേരള സർക്കാർ നൽകിയത് അദാനി ഗ്രൂപ്പിനാണ്. ഇത് DBFOT മോഡൽ, അതായത് ഡിസൈൻ, ബിൽഡ്, ഫിനാൻസ്, ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ മോഡൽ കരാറാണ്. ഇതിനായി അദാനി ഗ്രൂപ്പ് രൂപീകരിച്ച പ്രത്യേക കമ്പനിയാണ് അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡീപ്പ് വാട്ടർ മെഗാ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടാണ് വിഴിഞ്ഞം. വലിയ ചരക്കു കപ്പലുകൾക്ക്, അതായത് അൾട്രാ ലാർജ് കണ്ടെയ്നർ വെസൽസിന് അടുക്കാൻ വേണ്ട 20 മീറ്ററോളം സ്വാഭാവിക ആഴം ഇവിടെയുണ്ട്. കൂടാതെ കിഴക്ക് പടിഞ്ഞാറ് അന്താരാഷ്ട്ര കപ്പൽച്ചാലിൽ നിന്നും വെറും 10 നോട്ടിക്കൽ മൈൽ മാത്രം അകലെയാണ് വിഴിഞ്ഞം സ്ഥിതി ചെയ്യുന്നത്. ഇത് കപ്പലുകൾക്ക് വഴിമാറി സഞ്ചരിക്കുന്നതിനുള്ള ചെലവും സമയവും ലാഭിക്കാൻ സഹായിക്കുന്നു. 2024 ഡിസംബറിലാണ് വിഴിഞ്ഞം തുറമുഖം വാണിജ്യ അടിസ്ഥാനത്തിൽ പ്രവർത്തനം ആരംഭിച്ചത്. ആദ്യഘട്ടത്തിൽ 1.6 ദശലക്ഷം TEU ആണ് ഇതിന്റെ വാർഷിക ശേഷി. എന്നാൽ 2028 ഡിസംബറോടെ ഇത് 5.7 ദശലക്ഷം TEU ആയി ഉയർത്താനാണ് ലക്ഷ്യമിടുന്നത്. ഈ വലിയ വികസന പദ്ധതിയിലേക്കാണ് MSC കടന്നു വരുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ഈ അദാനി MSC ഡീൽ? അദാനി പോർട്സ് തങ്ങളുടെ കീഴിലുള്ള വിഴിഞ്ഞം പോർട്ട് കമ്പനിയുടെ 49% ഓഹരികൾ MSCയുടെ ഉപകമ്പനിയായ ടെർമിനൽ ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡിന് വിൽക്കാൻ തീരുമാനിച്ചു എന്നതാണ് ഡീൽ. ഏകദേശം $1.397 ബില്യൺ, അതായത് ഏകദേശം 13,228 കോടി രൂപയാണ് ഈ ഓഹരികൾക്കായി MSC നിക്ഷേപിക്കുന്നത്. ഈ ഇടപാടോടെ വിഴിഞ്ഞം പോർട്ട് കമ്പനിയുടെ ആകെ മൂല്യം $2.85 ബില്യൺ ആയി കണക്കാക്കപ്പെടുന്നു. ഇന്ത്യയിലെ പോർട്ട് അടിസ്ഥാന സൗകര്യ മേഖലയിലെ ഏറ്റവും വലിയ വിദേശ സ്വകാര്യ നിക്ഷേപമാണിത്. ഇവിടെ സാധാരണക്കാർക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു തെറ്റിദ്ധാരണ തിരുത്തേണ്ടതുണ്ട്. അദാനി ഗ്രൂപ്പ് വിഴിഞ്ഞം തുറമുഖം വിൽക്കുകയാണോ? അല്ല. തുറമുഖം നിലനിൽക്കുന്ന ഭൂമിയും തുറമുഖത്തിന്റെ ഉടമസ്ഥാവകാശവും പൂർണ്ണമായും കേരള സർക്കാരിൽ നിക്ഷിപ്തമാണ്. തുറമുഖം നിശ്ചിത കാലയളവിലേക്ക് പ്രവർത്തിപ്പിക്കാൻ അദാനി രൂപീകരിച്ച ഓപ്പറേറ്റിംഗ് കമ്പനിയായ AVPPLന്റെ 49% ഓഹരികൾ മാത്രമാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത്.
ബാക്കി 51% ഓഹരികളും അദാനി ഗ്രൂപ്പിന്റെ കൈകളിൽ തന്നെ തുടരും. ഈ 13,000 കോടി രൂപ നേരെ അദാനിയുടെ പോക്കറ്റിലേക്കാണോ പോകുന്നത്? അങ്ങനെയല്ല. ഈ തുക മുഴുവനായി ഒറ്റത്തവണയല്ല നൽകുന്നത്. ഇതിലെ വലിയൊരു പങ്കായ ഏകദേശം 7,200 കോടി രൂപ വിഴിഞ്ഞം തുറമുഖത്തിന്റെ രണ്ടാം ഘട്ട വികസന പ്രവർത്തനങ്ങൾക്കായി നേരിട്ട് നിക്ഷേപിക്കുന്നതാണ്. 2028 വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നതിനനുസരിച്ചാണ് ഈ തുക നൽകുന്നത്. ചുരുക്കത്തിൽ തുറമുഖത്തിന്റെ ഭാവി വികസനത്തിനായുള്ള പണം കണ്ടെത്തുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഈ ഡീൽ വഴി അദാനിക്ക് പ്രധാനമായും രണ്ട് വലിയ ഗുണങ്ങളുണ്ട്. ഒന്ന്, പോർട്ടിന്റെ വമ്പിച്ച വികസന പ്രവർത്തനങ്ങൾക്കായി ബാങ്കുകളിൽ നിന്ന് വലിയ പലിശയ്ക്ക് കടമെടുക്കുന്നതിന് പകരം ഓഹരി വിൽപ്പനയിലൂടെ മൂലധനം കണ്ടെത്താം. രണ്ട്, ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ കമ്പനിയെ സ്വന്തം പോർട്ടിൽ പങ്കാളിയാക്കുന്നതിലൂടെ അവരുടെ വലിയ കപ്പലുകൾ സ്ഥിരമായി വിഴിഞ്ഞത്തേക്ക് വരുമെന്ന് ഉറപ്പിക്കാം. MSCയെ സംബന്ധിച്ചിടത്തോളം ഗ്ലോബൽ സപ്ലൈ ചെയിൻ മേഖലയിൽ തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാൻ ഈ ഡീൽ സഹായിക്കും. സ്വന്തമായി ഓഹരിയുള്ള ഒരു പോർട്ടിൽ അവരുടെ കപ്പലുകൾക്ക് ബർത്ത് ലഭിക്കാൻ മുൻഗണന ലഭിക്കും. ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് ഇക്കണോമിക് കോറിഡോർ പോലെയുള്ള വൻകിട വാണിജ്യ പാതകൾ വരുമ്പോൾ വിഴിഞ്ഞം അതിലൊരു നിർണായക കണ്ണിയാകുമെന്ന് അവർ മുൻകൂട്ടി കാണുന്നു. ഇത്രയൊക്കെ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടായിട്ടും ഈ ഡീൽ വലിയ രാഷ്ട്രീയ വിവാദമായി മാറാൻ കാരണം എന്താണ്? 2015 കേരള സർക്കാരും അദാനി ഗ്രൂപ്പും തമ്മിൽ ഉണ്ടാക്കിയ കരാറിലെ വ്യവസ്ഥകൾ തന്നെയാണ് ഇവിടെ ചർച്ചയാകുന്നത്. കരാറിലെ 5.3 വകുപ്പ് പ്രകാരം പ്രവർത്തനം ആരംഭിച്ച് ആദ്യത്തെ ഒരു വർഷം അദാനി ഗ്രൂപ്പ് കുറഞ്ഞത് 51% ഓഹരികൾ നിലനിർത്തണം. എന്നാൽ 25%-ൽ കൂടുതൽ ഓഹരികൾ എപ്പോൾ കൈമാറ്റം ചെയ്യണമെങ്കിലും കേരള സർക്കാരിന്റെ മുൻകൂർ അനുമതി വാങ്ങിയിരിക്കണം. സർക്കാരിനെ മുൻകൂട്ടി അറിയിക്കാതെയാണ് അദാനി ഈ ഡീൽ പ്രഖ്യാപിച്ചതെന്നാണ് പ്രധാന ആക്ഷേപം. ഓഹരി വിപണി നിയന്ത്രിക്കുന്ന സെബിക്ക് അദാനി പോർട്സ് നൽകിയ റിപ്പോർട്ടിലൂടെയാണ് വിവരങ്ങൾ പുറത്തു വന്നത്. പ്രതിപക്ഷ പാർട്ടിയായ CPM ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധമുയർത്തി. വിഴിഞ്ഞം പോർട്ടിന്റെ പൂർണ്ണ നിയന്ത്രണം പിടിച്ചെടുക്കാനുള്ള MSCയുടെ തന്ത്രമാണിതെന്നും സ്വകാര്യ കുത്തകവൽക്കരണത്തിന് ഇത് വഴിയൊരുക്കുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ആരോപിച്ചു. ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള UDF സർക്കാരാണ് തുടക്കത്തിൽ അദാനിക്ക് കരാർ നൽകിയതെന്നും ഇപ്പോഴത്തെ VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാർ ഈ ഡീലിന് ഒത്താശ ചെയ്യുകയാണെന്നും അവർ ആരോപിച്ചു. എന്നാൽ ഈ ആരോപണങ്ങളെ മുഖ്യമന്ത്രി VD സതീശൻ ശക്തമായി നിഷേധിച്ചു. നിയമസഭയിൽ ഈ വിഷയം ഉയർന്നപ്പോൾ സർക്കാരിന് ഔദ്യോഗികമായി യാതൊരു അപേക്ഷയും ലഭിച്ചിട്ടില്ലെന്നും അദാനി ഗ്രൂപ്പ് സ്വന്തം നിലയ്ക്ക് സെബിയെ അറിയിക്കുക മാത്രമാണ് ചെയ്തതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സർക്കാരിന്റെ അതൃപ്തി അദാനി ഗ്രൂപ്പിനെ അറിയിച്ചതിന് ശേഷമാണ് ഓഹരി കൈമാറ്റത്തിന് അനുമതി തേടിക്കൊണ്ടുള്ള അപേക്ഷ കമ്പനി സർക്കാരിന് സമർപ്പിച്ചത്. ഈ അപേക്ഷ പഠിക്കുന്നതിനായി ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഉന്നതാധികാര സമിതിയെ എംപവേർഡ് കമ്മിറ്റിയെ മന്ത്രിസഭ നിയോഗിച്ചു. കരാർ വ്യവസ്ഥകൾ, കേരളത്തിന്റെ താൽപര്യങ്ങൾ, നിയമപരമായ വശങ്ങൾ എന്നിവ ഈ സമിതി പരിശോധിക്കും. സംസ്ഥാനത്തിന്റെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായ യാതൊരു തീരുമാനവും സർക്കാർ എടുക്കില്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. മറുവശത്ത് അദാനി ഗ്രൂപ്പിന്റെ വിശദീകരണം മറ്റൊന്നാണ്. ഓഹരി വിപണിയിലെ നിയമപ്രകാരം ഇത്തരം വലിയ ഇടപാടുകളുടെ ചർച്ചകൾ നടക്കുമ്പോൾ അത് നിക്ഷേപകരെ അറിയിക്കേണ്ടതുണ്ട്. അതിനുള്ള പ്രാരംഭ നടപടികൾ മാത്രമാണ് ചെയ്തതെന്നും ഓഹരി കൈമാറ്റം ഇതുവരെ നടന്നിട്ടില്ലെന്നും അവർ പറയുന്നു. കേന്ദ്ര സർക്കാരിന്റെയും കേരള സർക്കാരിന്റെയും സുരക്ഷാ നിയമ അനുമതികൾ ലഭിച്ചതിന് ശേഷം മാത്രമേ ഇടപാട് പൂർണ്ണമാകുകയുള്ളൂ. കുത്തകവൽക്കരണം എന്ന ആരോപണത്തിനും വ്യവസ്ഥകളിൽ മറുപടിയുണ്ട്. കരാറിലെ 5.8.1 വകുപ്പ് പ്രകാരം വിഴിഞ്ഞം പോർട്ട് ഒരു കോമൺ യൂസർ സംവിധാനമാണ്. അതായത് ഏതെങ്കിലും ഒരു കമ്പനിക്ക് മാത്രം വിഴിഞ്ഞം ഉപയോഗിക്കാൻ കഴിയില്ല. എല്ലാവർക്കും വിവേചനമില്ലാതെ തുറമുഖം ഉപയോഗിക്കാൻ അവസരം നൽകണം. മുന്ദ്രയിലും എണ്ണൂരിലും സുരക്ഷാ ക്ലിയറൻസ് ലഭിച്ച് പ്രവർത്തിക്കുന്ന കമ്പനി ആയതിനാൽ MSCക്ക് കേന്ദ്ര സർക്കാരിൽ നിന്ന് അനുമതി ലഭിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകുകയില്ലെന്നാണ് വ്യവസായ രംഗത്തെ വിദഗ്ധർ വിലയിരുത്തുന്നത്. സാധാരണക്കാരായ ആളുകൾക്ക് മനസ്സിലാകേണ്ട ഒരു പ്രധാന കാര്യം ഈ ട്രാൻസ്ഷിപ്മെന്റ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നതാണ്. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന വലിയ ചരക്ക് കപ്പലുകൾക്ക് ഇന്ത്യയിലെ മിക്ക തുറമുഖങ്ങളിലും ആവശ്യത്തിന് ആഴമില്ലാത്തത് കാരണം അടുക്കാൻ സാധിക്കില്ലായിരുന്നു. അതിനാൽ ആ വലിയ കപ്പലുകൾ ശ്രീലങ്കയിലെ കൊളംബോയിലോ സിംഗപ്പൂരിലോ പോയി കണ്ടെയ്നറുകൾ ഇറക്കും. അവിടെ നിന്നും ചെറിയ കപ്പലുകളിലാണ് അവ ഇന്ത്യയിൽ എത്തിച്ചിരുന്നത്. ഇത് വലിയ സാമ്പത്തിക നഷ്ടവും സമയനഷ്ടവും ഉണ്ടാക്കിയിരുന്നു. വിഴിഞ്ഞം പോർട്ട് വന്നതോടെ ഇതിനൊരു മാറ്റം വരികയാണ്. 24,000-ലധികം TEU വഹിക്കാൻ ശേഷിയുള്ള MSC ഐറിന പോലുള്ള ഭീമൻ കപ്പലുകൾക്ക് നേരിട്ട് വിഴിഞ്ഞത്ത് വരാൻ സാധിക്കും. MSC വിഴിഞ്ഞത്ത് സ്വന്തമായി ടെർമിനൽ എടുക്കുന്നതോടെ ലോകമെമ്പാടുമുള്ള അവരുടെ കപ്പലുകൾ കൊളംബോ ഒഴിവാക്കി വിഴിഞ്ഞത്തേക്ക് വരും. ബംഗ്ലാദേശിലേക്കും കിഴക്കൻ ആഫ്രിക്കയിലേക്കുമുള്ള ചരക്കുകൾ കൈമാറ്റം ചെയ്യുന്നതിനുള്ള ഒരു ഹബ്ബായി വിഴിഞ്ഞം മാറും. ഇത് സിംഗപ്പൂർ, കൊളംബോ തുറമുഖങ്ങൾക്ക് കനത്ത വെല്ലുവിളിയാകും. കൂടുതൽ കപ്പലുകൾ എത്തുമ്പോൾ അത് കേരളത്തിൽ വലിയ തോതിൽ അനുബന്ധ വ്യവസായങ്ങൾക്കും തൊഴിലവസരങ്ങൾക്കും കാരണമാകും. സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു പദ്ധതിയിൽ സുതാര്യത ഉറപ്പുവരുത്തേണ്ടത് അനിവാര്യമാണ്. ബന്ധപ്പെട്ട എല്ലാ റെഗുലേറ്ററി കമ്മിറ്റികളുടെയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും അന്തിമ അനുമതികൾക്ക് വിധേയമായി മാത്രമേ ഈ കരാർ യാഥാർത്ഥ്യമാകൂ. വ്യവസ്ഥകൾ കൃത്യമായി പാലിച്ച് ഈ നിക്ഷേപം നടപ്പിലായാൽ വിഴിഞ്ഞം തുറമുഖം ഭാവിയിൽ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച വാണിജ്യ കേന്ദ്രങ്ങളിൽ ഒന്നായി മാറും എന്നതിൽ യാതൊരു സംശയവുമില്ല.